നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വ്യത്യസ്തമായ ഒരു മുട്ടക്കറി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ എങ്ങനെയാണ് ഈ മുട്ടക്കറി തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്തേക്കണേ. എങ്കിൽ മാത്രമേ എനിക്ക് നിങ്ങൾക്ക് ഈ റെസിപ്പീസ് ഒക്കെ ഇഷ്ടമാവുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ എന്നാ എങ്ങനെയാണ് നമുക്ക് ഈ മുട്ടക്കറി തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ എത്ര മുട്ട വെച്ചിട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത് അത്രയും മുട്ട എടുത്തൊന്ന് പുഴുങ്ങിയെടുക്കാം. അങ്ങനെ പുഴുങ്ങിയെടുത്ത ശേഷം നല്ല ചൂടായ ഒരു കടായിലേക്ക് ഒരല്പം എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പൊ എണ്ണയും കൂടെ നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. ഈ സവാളയ്ക്കൊപ്പം തന്നെ ചതച്ച ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ അത്ര തന്നെ. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഉള്ളിയെല്ലാം ഏകദേശം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടിയ പൊടികൾ ചേർത്ത് കൊടുക്കുക. ആദ്യം തന്നെ രുചിക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കുക, ഒരൽപ്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, ഒരൽപ്പം പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുക, പിന്നെ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ സാധാരണ മുളക് പൊടി ഒരൽപ്പം കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ആ പൊടികളൊക്കെ ഒന്ന് മൂക്കുന്നിടം വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പൊടികളൊക്കെ ഏകദേശം മൂത്ത് കഴിയുമ്പോൾ അതിനകത്തേക്ക് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. തക്കാളി കൂടി ചേർത്ത് കൊടുത്ത ശേഷം അത് പിന്നെയും എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇപ്പൊ ഏകദേശം നന്നായിട്ട് ഇളകി എല്ലാം ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതൊരു അല്പസമയത്തേക്ക് ആ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി അടച്ചു വെച്ച് വേവിക്കുന്നു. ഒരു 5 മിനിറ്റിന് ശേഷം നമ്മൾ ഈ അടപ്പൊന്ന് പൊക്കുക. ഇപ്പൊ ഏകദേശം നന്നായിട്ട് തക്കാളിയൊക്കെ വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാൻ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട രണ്ടായിട്ട് മുറിച്ച് ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കുന്നു. ഞാൻ 2 മുട്ടയായിരുന്നു എടുത്തിരുന്നത്. അത് രണ്ടും ഇങ്ങനെ വെച്ച ശേഷം ഒന്നുകൂടി അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു വെച്ചേക്കുന്നു. 2 മിനിറ്റിന് ശേഷം അടപ്പ് തുറക്കുക. എന്നിട്ട് ഈ മസാലയൊക്കെ തന്നെ ഈ മുട്ടയുടെ പുറത്തേക്ക് കൂടെ ഒന്ന് തേച്ചു കൊടുക്കുക. അതിനുശേഷം ഞാൻ ഇതിനകത്തേക്ക് ഒരല്പം മിൽക്ക് ക്രീം, നമുക്ക് അമൂലിന്റെ ഒക്കെ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും, അങ്ങനെ ഞാൻ അമൂലിന്റെയാണ് എടുത്തിട്ടുള്ളത്. മിൽക്ക് ക്രീമും കൂടെ ചേർത്ത് അത് ഈ മസാലയായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ആ ക്രീം നന്നായിട്ട് മസാല മൊത്തമായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളം ചേർക്കുന്നതാണ് ഇത്തിരി നല്ലത്, സാധാ വെള്ളം ആയാലും കുഴപ്പമില്ല. എന്നിട്ട് അതൊന്നുകൂടി ഇളക്കി എല്ലായിടും ഒന്ന് മിക്സ് ചെയ്യുക. എന്റെ ഇത്തിരി തിക്ക് ഗ്രേവിയാണെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ ഒരു അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നു. എന്നിട്ട് എല്ലാം നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുന്നു. ഇനി ഞാൻ ഇതിന്റെ പുറത്തേക്ക് ഒരല്പം ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള മല്ലിയില കൂടി ചേർത്ത് കൊടുത്ത് നമ്മുടെ പരുവത്തിന് കറി ഏകദേശം വറ്റിയിട്ടുമുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ രുചികരമായിട്ടുള്ള മുട്ടക്കറി തയ്യാറായി കഴിഞ്ഞു. നമ്മൾ ഈ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് തയ്യാറാക്കുന്ന ഒരു മുട്ടക്കറിയുടെ അതേപോലത്തെ ഒരു രുചിയാണ്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയുക. ഇഷ്ടമാവാണ് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ടും ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി കാണുന്നിടം വരെ എല്ലാവർക്കും ശുഭദിനം. ബൈ.